ജോഷുവ അധ്യായം 6. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, ഇതാ, ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാനപേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലംപതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. നൂനിൻ്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാന പേടകം എടുക്കുക. 7 പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, മുന്നോട്ട് പോകുവിൻ, പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ. ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ നടക്കട്ടെ. ജോഷുവ കൽപ്പിച്ചതുപോലെ 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നടന്നു. കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുമ്പിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിന്നിലും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. കൽപ്പന കിട്ടുന്നതുവരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് 1 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ ജോഷുവ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകമെടുത്തു. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പേ നടന്നു. ആയുധധാരികൾ അവർക്ക് മുമ്പേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിമ്പേയും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 6 ദിവസം ഇങ്ങനെ ചെയ്തു. 7-ാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ 7 പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു. അന്ന് മാത്രമേ 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ. ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ. നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്. അവ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. കാഹളം മുഴങ്ങി. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലംപതിക്കുകയും ചെയ്തു. അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി. ദേശനിരീക്ഷണത്തിന് പോയ 2 ജോഷുവ പറഞ്ഞു, നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നതുപോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരുവിൻ.
ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് താമസിപ്പിച്ചു. പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിൻ്റെ ഭണ്ഡാകാരത്തിൽ നിക്ഷേപിച്ചു. വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷുവ സംരക്ഷിച്ചു. എന്തെന്നാൽ ജെറീക്കോ നിരീക്ഷിക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു. അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട്. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറീക്കോ പുതുക്കിപ്പണിയാൻ തുനിയുന്നവൻ ശക്തൻ, അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പിടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും. കർത്താവ് ജോഷുവയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു. Chapter 6. Now Jericho was in a state of siege because of the presence of the Israelites, so that no one left or entered. And to Joshua the Lord said, I have delivered Jericho and its king into your power. Have all the soldiers circle the city, marching once around it. Do this for 6 days, with 7 priests carrying ram's horns ahead of the ark. On the 7th day march around the city 7 times, and have the priests blow the horns. When they give a long blast on the ram's horns, and you hear that signal, all the people shall shout aloud. The wall of the city will collapse, and they will be able to make a frontal attack. Summoning the priests, Joshua son of Nun then ordered them to take up the Ark of the Covenant, with 7 of the priests carrying ram's horns in front of the Ark of the Lord. And he ordered the people to proceed in a circle around the city, with the picked troops marching ahead of the Ark of the Lord. At this order they proceeded, with the 7 priests who carried the ram's horns before the Lord blowing their horns, and the Ark of the Covenant of the Lord following them. In front of the priests with the horns marched the picked troops. The rear guard followed the ark, and the blowing of horns was kept up continually as they marched. But the people had been commanded by Joshua not to shout or make any noise or outcry until he gave the word. Only then were they to shout. So he had the ark of the Lord circle the city, going once around it, after which they returned to camp for the night. Early the next morning, Joshua had the priests take up the ark of the Lord. The 7 priests bearing the ram's horns marched in front of the ark of the Lord, blowing their horns. Ahead of these marched the picked troops, while the rear guard followed the ark of the Lord, and the blowing of horns was kept up continually. On this 2nd day they again marched around the city once, before returning to camp, and for While 6 Joshua days in was all near he did the Jericho, same. he raised his On the eyes 7th and day, saw beginning one at who daybreak, stood facing him, they marched drawn around the sword city in 7 hand. times in the same manner. On that day only did they march around the city 7 times. The 7th time around, the priest blew the horns, and Joshua said to the people, Now shout, for the Lord has given you the city and everything in it. It is under the Lord's ban. Only the harlot Rahab and all who are in the house with her are to be spared, because she hid the messengers we sent. But be careful not to take in your greed anything that is under the ban, else you will bring upon the camp of Israel this ban and the misery of it. All silver and gold, and the articles of bronze or iron are sacred to the Lord. They shall be put in the treasury of the Lord. As the horns blew, the people began to shout. When they heard the signal horn, they raised a tremendous shout. The wall collapsed, and the people stormed the city in a frontal attack and took it. They observed the ban by putting to the sword all living creatures in the city, men and women, young and old, as well as oxen, sheep, and asses. Joshua directed the 2 men who had spied out the land, Go into the harlot's house, and bring out the woman with all her kin, as you swore to her you would do. The spies entered and brought out Rahab, with her father, mother, brothers, and all her kin. Her entire family they led forth, and placed them outside the camp of Israel.
The city itself they burned with all that was in it, except the silver, gold, and articles of bronze and iron, which were placed in the treasury of the house of the Lord. Because Rahab the harlot had hidden the messengers whom Joshua had sent to reconnoiter Jericho, Joshua spared her with her family and all her kin, who continue in the midst of Israel to this day. On that occasion Joshua imposed the oath, "Cursed before the Lord be the man who attempts to rebuild this city Jericho. He shall lose his firstborn when he lays its foundation, and he shall lose his youngest son when he sets up its gates." Thus the Lord was with Joshua, so that his fame spread throughout the land.